Hi all. Occupational English Test Letter Writing for Pharmacy ആണ് നോക്കുന്നത്. ഞാനൊരു പ്രൊഫഷണൽ കോച്ച് ചെയ്യുന്ന ആളല്ല, പക്ഷേ എനിക്ക് അറിയാവുന്ന അറിവുകൾ ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പം നമുക്ക് അതിൻ്റെ ഓരോരോ സ്റ്റെപ്പുകളിലേക്ക് പോകാം. ഫസ്റ്റ് മാർക്കിംഗ് ക്രൈറ്റീരിയ നോക്കുന്നത്. സോ ഇതാണ് OET ലെറ്റർ റൈറ്റിങ്ങിൻ്റെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയയിൽ വരുന്ന കാര്യങ്ങൾ. അതിൽ വരുന്നതാണ് പർപ്പസ്, കോണ്ടന്റ്, കൺസിസ്റ്റൻസ് ആൻഡ് ക്ലാരിറ്റി, ജോൺറ ആൻഡ് സ്റ്റൈല്, ഓർഗനൈസേഷൻ ലേഔട്ട്, ലാംഗ്വേജ്. ഇത്രയും കാര്യങ്ങൾ അവർ നോക്കും. അതിൻ്റെ മാർക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് OET അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, ഒഫീഷ്യൽ സൈറ്റിൽ, അതിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ 5 സാമ്പിൾ ലെറ്റേഴ്സ് അവിടെ ഉണ്ട്. നിങ്ങൾ OET ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയതിന് ശേഷം അതിൽ നിങ്ങളുടെ പ്രൊഫഷൻ സെലക്ട് ചെയ്യുക. ഫാർമസി എടുക്കുമ്പോൾ 5 സാമ്പിൾ ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓൾ കൊടുക്കുകയാണെങ്കിൽ ഫുള്ള് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എല്ലാത്തിൻ്റെയും സാമ്പിൾ ലെറ്റേഴ്സ് കിട്ടും. അത് നല്ല മെറ്റീരിയൽസ് ആണ്, നിങ്ങൾക്ക് അത് പഠിക്കാവുന്നതാണ്. സോ അതിൽ നിന്നുള്ള ഒരു ലെറ്റർ ആയിരിക്കും ഞാൻ എൻ്റെ ലാസ്റ്റ് എൻ്റെ സാമ്പിളായിട്ട് കാണിക്കുന്നത്. ഒരു മെയ് പാലോമ എന്ന് പറയുന്ന ലെറ്ററാണ്. ഇനി ഇതിൻ്റെ ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നതാണ് പർപ്പസ്. പർപ്പസ് ഷുഡ് ബി ക്ലിയർ. ഓക്കെ, ക്ലിയർ ആയിരിക്കണം. അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫാർമസിസ്റ്റ് ആണ്. നമ്മൾ ഫാർമസിസ്റ്റ് ആയിട്ട് നമ്മളൊരു പേഷ്യൻ്റെ കാര്യം ഒരു ഡോക്ടറിന് എഴുതുന്ന സമയത്ത് ആ ഡോക്ടർ അത് വായിക്കുമ്പം എന്ത് ആക്ഷൻ ആണ് അയാൾ എഴുതേണ്ടത്, വാട്ട് ഹി ഈസ് എക്സ്പെക്റ്റഡ് ടു ഡു, അല്ലെങ്കിൽ വാട്ട് യു വാണ്ട് ദം ടു ഡു, അല്ലെങ്കിൽ ആ റീഡർ അത് വായിക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഗസ് ചെയ്യില്ല, എന്തിനാ ഈ ലെറ്റർ എനിക്ക് അയച്ചേക്കുന്നതെന്ന് ആ ഡോക്ടർ ഗസ് ചെയ്യത്തില്ല. ഇവിടെ അബ്രോഡിലൊക്കെ നമ്മൾ ഈ ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നു, നാട്ടിലെ ഡോക്ടറാണ്. GPക്ക് ആയിരിക്കും കൂടുതൽ ലെറ്റേഴ്സ് എഴുതാനായിട്ട് നമുക്ക് വരുന്നത് OETയിൽ. അതുപോലെ തന്നെ റെഫറലായിരിക്കാം, അതുകൊണ്ട് അതിൻ്റെ ടൈപ്സ് ഉണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. So it is like the purpose of the letter is to be clearly explain the action that needs to be taken by the reader. ഓക്കെ, എന്ത് ആക്ഷനാണ് റീഡർ എടുക്കേണ്ടത് ആ ലെറ്റർ നമ്മൾ തുറന്ന് വായിച്ച സമയത്ത് അതായിരിക്കണം. ആ ഇൻട്രൊഡക്ഷനിലെ പർപ്പസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകണം, ക്ലിയർ ആയിരിക്കണം എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഉള്ളെന്നുള്ള ഒരു നമ്മുടെ സാധാരണ നമ്മുടെ ലൈഫ് പർപ്പസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ലെറ്ററിൻ്റെ പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ ലെറ്റർ അയച്ചേക്കുന്നതെന്ന് മാത്രമല്ല എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, അതാണ് മെയിൻ. ഓക്കെ, വാട്ട് യു വാണ്ട് ദം ടു ഡു, അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണ്, ഡോക്ടർ എന്ത് ചെയ്യണം ആ പേഷ്യൻറ്റിന് വേണ്ടി, മെഡിക്കേഷൻ റിവ്യൂ ചെയ്യണോ, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യണോ ഫർദർ ടെസ്റ്റ്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് അല്ല അഡ്വൈസ് കൊടുക്കണോ, ഫോളോ അപ്പ് കൊടുക്കണോ, എന്താണ് ആ ഡോക്ടർ ചെയ്യേണ്ടത് ആ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടെന്ന് ഫാർമസിസ്റ്റ് എഴുതുന്നതാണ് പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ലെറ്റർ. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ 3-4 കാര്യമുണ്ട്. ഈ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഏത് ടൈപ്പാന്ന് നോക്കണം, കുറേ കാര്യങ്ങളുണ്ട്, അത് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ പറയുന്നത് അത് ഞാൻ പറയുന്ന സ്ലൈഡിൽ. സോ ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പലതരം ലെറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഫാർമസിയിൽ കൂടുതലും നമ്മൾ GPക്ക് റെഫറൽ ലെറ്റർ അയക്കും. ഈ റെഫറൽ ലെറ്റർ തന്നെ നോണും അൺനോണും ഉണ്ട്. ഈ നോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആ GPക്ക് ആ പേഷ്യൻറ്റിന് അറിയാം. ചിലപ്പോൾ ഒരു ഫാമിലി ഡോക്ടർ ആയിരിക്കും, ഒരു പേഷ്യൻ്റെ ഫാമിലി ഡോക്ടർ ആണെങ്കിൽ അവർക്ക് ഓൾറെഡി ഇപ്പം പേഷ്യൻ്റ് കഴിക്കുന്ന മെഡിസിൻസിനെ കുറിച്ചും അറിയാം, അതിൻ്റെ അസസ്മെൻറ്റ് എല്ലാം, ഇപ്പം എന്തൊക്കെ കണ്ടീഷനാണെന്ന് അറിയാം. അപ്പോൾ വീണ്ടും അയാളെ ആ കാര്യങ്ങൾ നമ്മൾ ഇൻഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ കറണ്ട് ഇഷ്യൂ എന്താണ്, ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് മാത്രം ലെറ്ററിൽ എഴുതി കൊടുത്താൽ മതി അല്ലേ. അയാളുടെ ഹിസ്റ്ററി ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ആ ഹിസ്റ്ററി എല്ലാം കാണുന്നുണ്ടാകും. അപ്പോൾ നമുക്കതെല്ലാം സ്കിപ്പ് ചെയ്ത് നമ്മൾ ഇപ്പോഴത്തെ മാത്രം ഇട്ടാൽ മതി. എപ്പം അതൊരു നോൺ കേസ് ആണെങ്കിൽ. ഇപ്പം അൺനോൺ ആണെങ്കിൽ, ഒരു പുതിയ GPക്കാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, ഒരു പുതിയ ഡോക്ടറെ നമ്മൾ ഈ പേഷ്യൻറ്റിന് എഴുതുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ പേഷ്യൻ്റ് ആണെങ്കിൽ, ഇത് 2 കേസിലും നമ്മളത് അൺനോൺ ആയിരിക്കും. പിന്നെ ഡിസ്ചാർജ് ലെറ്റേഴ്സ് യൂഷ്വലി നഴ്സിങ്ങിനാണ് കണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫീൽഡിൽ ഫാർമസിയിൽ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ട്രാൻസ്ഫർ ലെറ്റർ ചിലപ്പോൾ വരാം. പിന്നെ അഡ്വൈസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ലെറ്റേഴ്സ് ഉണ്ട്. സോ ഇങ്ങനത്തെയുള്ള ലെറ്റേഴ്സ് വരുമ്പോൾ പർപ്പസ് എങ്ങനെ വരണമെന്ന് ഞാനിപ്പോൾ പറയാം. സോ ടൈപ്പ് ഓഫ് ലെറ്ററിൽ റെഫറൽ ലെറ്ററിൽ നോൺ കേസ് അൺനോൺ കേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ നോൺ കേസ് ആണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഫാമിലി ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ റെഗുലർ ജനറൽ പ്രാക്ടീഷണർ ആയിരിക്കാം. അപ്പോൾ ഓൾറെഡി പേഷ്യൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി, മെഡിക്കേഷനോ അസസ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അൺനോൺ കേസ് ആണെങ്കിൽ അത് ആദ്യമായിട്ട് GPനെ കാണുന്ന ഒരു പേഷ്യൻ്റ് ആയിരിക്കും. അപ്പം GP may not have the prior knowledge of the പേഷ്യൻസ് മെഡിക്കൽ ഹിസ്റ്ററി ഓർ മെഡിക്കേഷൻസ്. ഇങ്ങനെയുള്ള കേസുകൾ, ഇങ്ങനെ ഓരോരോ ലെറ്ററിൻ്റെ ടൈപ്പ് അനുസരിച്ച് നമുക്ക് നമ്മുടെ പർപ്പസ് മാറ്റി കൊടുക്കണം. ഇപ്പം നിങ്ങളൊരു കമ്മ്യൂണിറ്റി ഫാർമസിയിലാണ്, അതുപോലെ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ് ആണെന്ന് ഇത് വരുവാണ്,
ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിൽ നിങ്ങൾക്ക് എഴുതിയേക്കാണ് ഹെഡ്ലൈസ് ഔട്ട് ബ്രേക്ക് അല്ലെങ്കിൽ സ്കാബിസ് ഔട്ട് ബ്രേക്ക് അറ്റ് യുവർ ലൊക്കാലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലെറ്റർ ആണെങ്കിൽ അതെന്ത് ലെറ്റർ ആയിരിക്കും? അത് നമ്മൾ ഇൻഫോർമേഷൻ ലെറ്റർ ആണ്. ഓക്കെ, ഇൻഫോർമേഷൻ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എഴുതാം, ഐ എം റൈറ്റിംഗ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ റിഗാർഡിങ് എന്ത് ഔട്ട് ബ്രേക്ക് ആണ്, സ്കാബേസ് ഔട്ട്, ത്രെഡ് വർം, ഹെഡ്ലൈസ്, അങ്ങനത്തെ ഒക്കെ കുറേ ലെറ്റേഴ്സ് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ആൻഡ് ഐ എം പ്രൊവൈഡിങ് ട്രീറ്റ്മെൻറ്റ്, സിംറ്റംസ്, ഓൾ ദാറ്റ് യു നീഡ് ടു ബി ഫോളോഡ്. റീസെൻ്റ്ലി ആൻ ഔട്ട് ബ്രേക്ക് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഇൻ യുവർ ലൊക്കാലിറ്റി. അങ്ങനെ നമുക്ക് പറഞ്ഞ് എഴുതാവുന്നതാണ്. അങ്ങനത്തെ ലെറ്ററാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ്. അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നതാണ് റെസ്പോൺസ് ലെറ്റർ. റെസ്പോൺസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫാർമസിസ്റ്റ് ആണ് ആൻഡ് നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നേക്കുകയാണ്, പേഷ്യൻ്റ് കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ബോർഡിൽ നിന്നൊരു ലെറ്റർ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ട് അയച്ചേക്കുക. അപ്പം അങ്ങനത്തെ ഒരു ലെറ്റർ ആണെങ്കിൽ പേഷ്യൻ്റ് കംപ്ലൈൻറ്റ് കൊടുത്തേക്കുവാണ് ബോർഡിലേക്ക്. അപ്പം നമുക്കിട്ട് റെസ്പോൺസ് എങ്ങനെയായിരിക്കാം? ഐ എം റൈറ്റിംഗ് ടു യു ഇൻ റെസ്പോൺസ് ടു എ ലെറ്റർ ഡേറ്റഡ് ദാഷ് റിഗാർഡിങ് എന്ത് ആൻഡ് ഐ എം റൈറ്റിംഗ് ടു യു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം അല്ലേ. അതുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന ലെറ്റർ, എന്തെങ്കിലും ഒരു AD അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ നിങ്ങൾ കാണുവാണ്, അതൊന്ന് നിങ്ങൾക്ക് ബോർഡിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഐ ആം റൈറ്റിംഗ് ടു യു ടു റിപ്പോർട്ട് ആൻ ADR. അങ്ങനെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണം നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സോ അതാണ് നമ്മുടെ ലെറ്ററിൻ്റെ. അപ്പോൾ അതെ, വാട്ട് ടു ഇൻക്ലൂഡ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ, ടൈപ്പ് ഓഫ് ലെറ്റർ, റെഫറൽ ആകാം, ഡിസ്ചാർജ് ആകാം, ട്രാൻസ്ഫർ ആകാം, അഡ്വൈസ് ആകാം, ഇൻഫോർമേഷൻ ആകാം, റെസ്പോൺസ് ആകാം, റെഫറൽ ആകാം. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടൈപ്സ് അതിൽ കാണുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പർപ്പസ് എന്ന് പറയുന്നത് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, എന്ത് ആണ് ആ റീഡർ ചെയ്യേണ്ടതെന്നുള്ളതാണ് വരുന്നത്. പിന്നെയെന്ന് പറയുന്നതാണ് ചിലപ്പം എങ്ങനത്തെ ലെറ്റർ വരാം. ഇപ്പം ഞാനിപ്പോൾ OET സാമ്പിൾ 5 നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് OET സാമ്പിൾ 5 ഒരു പേഷ്യൻറ്റിൻ്റെ ലെറ്റർ എഴുതാൻ പോകുന്നത് എന്താണ്? സാറാ കിങ്ങിൻ്റെ ഒരു ലെറ്റർ ഉണ്ട്. അതിൽ എഴുതാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എം റൈറ്റിംഗ് ടു യു ടു റെഫർ വൺ ഓഫ് യുവർ പേഷ്യൻറ്റ് മിസ്സസ് സാറാ കിങ് ഹു റിക്വയർസ് എ റെഫറൽ ഫോർ എ റിവ്യൂ ആൻഡ് കോംപ്രഹെൻസീവ് മെഡിക്കേഷൻ അസസ്മെൻറ്റ് ബൈ ഹെർ റുമറ്റോളജിസ്റ്റ്. ഷീ ഹാസ് ബീൻ ഓൺ പ്രെഡ്നിസോലോൺ തെറാപ്പി ഫോർ SLE എന്ന് പറഞ്ഞു. ഓക്കെ, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമൈറ്റിസ്. ഓക്കെ, ഈ OET സാമ്പിൾ 5 നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഈ ഒരു ലെറ്റർ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു റെഫറൽ ലെറ്റർ അല്ല. അത് നമ്മൾ GPക്ക് എഴുതുന്നു, എന്നിട്ട് GP വേറൊരാൾ റെഫറൽ ലെറ്റർ ആണ്, പക്ഷെ അത് GP അല്ല. അത് GP വേറൊരു ഡോക്ടറിനോട് GPയോട് നമ്മൾ പറയുവാണ് വേറൊരു ഡോക്ടറിനെ റെഫർ ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ GPയോട് പറയുകയാണ് റുമറ്റോളജിസ്റ്റിനെ ഈ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ലെറ്ററാണ് സാറാ കിങ് എന്ന് പറയുന്ന ലെറ്റർ. നിങ്ങൾക്ക് OET സാമ്പിൾ 5 എടുത്തു കഴിഞ്ഞാൽ ലെറ്റർ ഫുള്ള് വായിച്ചാൽ മനസ്സിലാവും. സോ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? സോ ബിഫോർ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, 45 മിനിറ്റ്സ് ആണ് OET റൈറ്റിങ്ങിലുള്ളത്. അതിൽ 5 മിനിറ്റ് നമുക്ക് വായിക്കാൻ കിട്ടും. ആ വായിക്കാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ റൈറ്റിംഗ് ടാസ്ക് നോക്കുക, GP റെഫറൽ ലെറ്റർ ആണോ, ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണെന്ന് കണ്ടുപിടിക്കുക, അതിൽ നോൺ ആണോ അൺനോൺ കേസ് ആണോ നോക്കുക. അൺനോൺ കേസ് ആണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഹിസ്റ്ററി ഒക്കെ ജസ്റ്റ് ബ്രീഫായിട്ട് കൊടുക്കുക. നോൺ കേസ് ആണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇറലവൻ്റ് ഡേറ്റാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളതൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. 5 മിനിറ്റ്, കാരണം ഈ ഒരു 5 മിനിറ്റ് നമുക്ക് പേന എടുത്ത് എഴുതാൻ പറ്റത്തില്ല, ജസ്റ്റ് വായിക്കാൻ കിട്ടുന്ന ഒരു സമയമാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഏത് ലെറ്ററാണ്, ഏത് ടൈപ്പ് ഓഫ് ലെറ്ററാണെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം അതിൻ്റെ പർപ്പസ് എഴുതുക, എന്താണ് ആ GP അല്ലെങ്കിൽ റീഡർ ചെയ്യേണ്ടത്. പിന്നെ പേഷ്യൻ്റെ ഫുൾ നെയിം എഴുതണം. പിന്നെ ഇപ്പോൾ ഉള്ള ഇഷ്യൂ എന്താണോ അത് എഴുതുക. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഐ എം റൈറ്റിംഗ് ടു റെഫർ. അത് എന്തുകൊണ്ടാണ് റൈറ്റിംഗ് ടു റെഫർ വന്നത്? അത് റെഫറൽ ലെറ്റർ ആയതുകൊണ്ട്. പക്ഷേ അതൊരു ഇൻഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ഐ എം റൈറ്റിംഗ് ടു പ്രൊവൈഡ് ആൻ ഇൻഫോർമേഷൻ റിഗാർഡിങ് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഐ എം റൈറ്റിംഗ് ഇൻ റെസ്പോൺസ്, അല്ലെങ്കിൽ അങ്ങനെ അല്ലേ, ഐ എം റൈറ്റിംഗ് ടു യു ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഐ എം റൈറ്റിംഗ് യു ടു റെഫർ വൺ ഓഫ് യുവർ പേഷ്യൻസ്. ഓക്കെ, അവർക്ക് റെഫറൽ വേണം, അല്ലെങ്കിൽ റിവ്യൂ വേണം, ആൻഡ് ബൈ ഹർ റുമറ്റോളജിസ്റ്റ് എന്നോ അങ്ങനത്തെ ഒക്കെ ഒരു ലെറ്റർ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ മോഡിഫൈ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചെയ്യണം. സോ അതാണ് ഇപ്പോൾ
ദെൻ കണ്ടന്റ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡറിന് എന്തൊക്കെ വായിക്കണം. ഫുള്ള് ലെറ്റർ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മുടെ ക്ലാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ്. അത് തന്നെ ഒരു മാർക്ക് ഇടും. ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് ഒന്നും വേണ്ട. അതുപോലെ തന്നെ ബ്രാൻഡ് നെയിമും ജനറിക് നെയിമും തന്നിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അക്ഷരത്തിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുക വലിയ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും യൂഷ്വലി ബ്രാൻഡ് നെയിംസ് വരിക. അത് അതുപോലെ തന്നെ എഴുതുക. ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ആണെങ്കിൽ അങ്ങനെ എഴുതുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്നത് അതുപോലെ മാത്രം എഴുതുക. ഡോസ് അതിൻ്റെ കണ്ടീഷൻസ് അതൊക്കെ മാത്രം ഇൻക്ലൂഡ് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതുപോലെ തന്നെ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് കണ്ടന്റ്. കൺസേൺസ് ആൻഡ് ക്ലാരിറ്റി. ഞാൻ പറഞ്ഞല്ലോ, റിമൂവ് ആൻഡ് അൺനെസസറി ഡീറ്റെയിൽസ് ഷോർട്ട് ആക്കുക, ക്ലിയർ ആക്കുക. ഓക്കെ, പാസ്റ്റ് ഹിസ്റ്ററി വേണ്ട. നോൺ കേസ് ആണെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ മൾട്ടിപ്പിൾ മെഡിക്കേഷൻസ് ഉണ്ട്, നമുക്കൊരു ADRനെ കുറിച്ച് എഴുതുന്നെങ്കിൽ അതിനെ കുറിച്ച് മാത്രം മതി. അല്ല പണ്ട് എടുത്തുകൊണ്ടിരുന്ന കാര്യം അല്ലെങ്കിൽ പണ്ട് വാക്സിൻ എടുത്തിട്ടുണ്ട് ജനിച്ചപ്പോൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഫോർമൽ ടോൺ ആയിരിക്കണം. നമ്മൾ കാഷ്വലി അല്ല എഴുതുന്നത്. ഒരു ഡോക്ടർക്കാണ് എഴുതുന്നത്, അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് ഉള്ള രീതിയിൽ എഴുതുക. നമ്മുടെ ഇമോഷൻസ് ഇതൊന്നും വേണ്ട. ജസ്റ്റ് ഫോർമലായിട്ട് എന്തൊക്കെ പറയണം മാത്രം എഴുതുക. അബ്രിവേഷൻസ് കുറച്ചിട്ട് എഴുതാൻ നോക്കുക. പിന്നെ ലേ ഔട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡേറ്റ് ആദ്യം എഴുതുക. ഡേറ്റ് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടുഡേയ്സ് ഡേറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഡേറ്റ് വേണം നമ്മൾ എഴുതാൻ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എക്സാം എന്നാണോ അന്നത്തെ ഡേറ്റ് എഴുതാം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഡേറ്റ് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് അങ്ങനെ എഴുതാം. ഇല്ലെങ്കിൽ നമുക്ക് എന്താണോ നമ്മൾ എക്സാം എഴുതുന്ന ഡേറ്റ് നമുക്ക് എഴുതാം. പിന്നെ നമ്മൾ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അഡ്രസ്സ് എഴുതുക. അവരുടെ അഡ്രസ്സ് എഴുതും. പിന്നെ നമ്മൾ എഴുതുന്നത് നമ്മുടെ ഡോക്ടറിൻ്റെ പേരിൻ്റെ സർനെയിമാണ്. ഡിയർ ഏതാണോ അവരുടെ പേര് എഴുതുക. ഇപ്പോൾ ഒരു സാമ്പിൾ ലെറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. അതുപോലെ തന്നെ റെഫർ ചെയ്യുവാണെങ്കിൽ REന്ന് എഴുതുക. നമ്മൾ റെഫറൽ എല്ലാവരും ഇൻഫോർമേഷനൊക്കെ കൊടുക്കുന്നതെങ്കിൽ REക്ക് പകരം നമ്മൾ SUB സബ്ജക്റ്റ് എഴുതാം. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കാണും. പിന്നെ അതിൻ്റെ ബോഡി, പിന്നെ ക്ലോസിങ് ലെറ്റർ ഉണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ യുവേഴ്സ് സിൻസിയർലി എഴുതും. നമുക്ക് ഫാർമസിസ്റ്റിന് നിങ്ങളൊരു ഫാർമസി, യു ആർ എ കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ്, യു ആർ എ ഓക്കെ അങ്ങനെ ഒരു ഇൻപേഷ്യൻ്റ് ഫാർമസിസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ഫാർമസിസ്റ്റിന് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ പേര് നിങ്ങളുടെ ഫാർമസിസ്റ്റിൻ്റെ പേര് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് യുവേഴ്സ് സിൻസിയർലി എഴുതാം. അതുപോലെ തന്നെ ഫാർമസിസ്റ്റിൻ്റെ പേര് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്താ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ ക്ലോസിങ് സെൻറ്റൻസ് കാണും. ഓക്കെ, സോ പിന്നെ എങ്ങനെ നിങ്ങൾ ഓർഗനൈസ് ചെയ്യണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്ക് പാസ്റ്റിലെ കാര്യമാണെങ്കിൽ പോലും ഒരു ഫ്ലോ വേണം, ഒരു കഥ പോലെ വേണം നിങ്ങൾ ആ ലെറ്റർ എഴുതാൻ. നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു പേഷ്യൻ്റ് വന്നു, ഫാർമസിയിലേക്ക് വന്നു, പിന്നെ മെഡിസിൻ മേടിച്ചിട്ട് പോയി, അത് കഴിഞ്ഞ് അടുത്ത ദിവസം വന്നു, ഇന്ന് വന്നു, അങ്ങനെ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇങ്ങനെ കണ്ടു. ഇങ്ങനെ ഒരു കഥ പോലെ, ഒരു സിനിമ കഥ പോലെ ഇങ്ങനെ അങ്ങ് പോകണം. അതാണ് ഓർഗനൈസേഷൻ ലേഔട്ട് പറയുന്നത്. നമ്മളെ ലാംഗ്വേജസ് സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ കുത്തും കോമയൊക്കെ ഇട്ട് വേണം എഴുതാനായിട്ട്. അതുപോലെ ബേസിക് ഗ്രാമർ നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലെറ്റർ നിങ്ങൾ എഴുതിയതിന് ശേഷം ഗ്രാമറിലിട്ട് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ബേസിക് കുറച്ച് ഗ്രാമർ ടെൻസസ് എല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ ഓരോ വേർഡ്സിൻ്റെയും ഇപ്പം സ്ലീപ്പ് ആണെങ്കിൽ സ്ലെപ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ ഡോസും ഡ്രഗ് നെയിമും ഒക്കെ തെറ്റിക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് മാർക്ക് നമുക്ക് പോകും. പിന്നെ ബേസിക് ഗ്രാമർ എന്ന് പറയുന്നതിൽ ഈ പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താ? പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓക്കെ, ആ ആക്ഷൻ വീണ്ടും നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ഓക്കെ, സോ ആൻ ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ്, നേരത്തെ നടന്നു പക്ഷെ സ്റ്റിൽ ഗോയിങ് ഓൺ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിക്കിൾ, ഷി ഹാസ് ടേക്കൺ the medicine for 2 years, അല്ലെങ്കിൽ ഷി ഹാസ് ബീൻ ടേക്കിംഗ് മെഡിസിൻ ഫോർ 2 years. പിന്നെ നമ്മൾ കൂടുതലും നമ്മുടെ ലെറ്റർ എഴുതുന്നത് അത് പ്രോഗ്രസീവ് ആയതുകൊണ്ടാണ് ടേക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ അതിൻ്റെ പാസീവ് വോയിസിലായിരിക്കും നമ്മൾ എഴുതുന്നത് ലെറ്റേഴ്സ്. ഷി ഹാസ് ബീൻ ട്രീറ്റഡ് ഫോർ 2 years. അപ്പോൾ കൂടുതൽ പാസീവ്, അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കേണ്ടതാണ്. പാസീവിൽ ഹാസ് ബീൻ. പിന്നെ ഫോർ, സിൻസ്, ഓവർ എപ്പോഴൊക്കെ ഉപയോഗിക്കണം. ഫോർ ഡ്യൂറേഷന് വേണ്ടിയിട്ടാണ്. സിൻസ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, ഓവർ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ മന്ത്സിൻ്റെ കൂടെ ഓൺ എന്ന് എഴുതണം. ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആ ഡേറ്റ് ഓൺ 12 ജൂൺ 2020 എന്ന് എഴുതാം. ഇയർ ആണെങ്കിൽ ഇന്നെന്ന് എഴുതാം, ഇൻ 2020 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനത്തെ ഉള്ള കുറച്ച് ബേസിക് ഗ്രാമേഴ്സും കുറച്ച് ഏതൊക്കെ വേർഡിങ് കൂടെ. സോ ഈ ലെറ്ററിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് പഠിക്കുക. നിങ്ങൾക്ക് ഒട്ടും ടൈം ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രാമർ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ നോക്കുക.
നമുക്കൊരു കേസ് നോട്ട് നോക്കാം. ഇത് നിങ്ങൾക്ക് OIT ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ OIT സാമ്പിൾ 4 നിങ്ങൾക്ക് മിസ്സസ് മീ പാലോമയുടെ ലെറ്റർ കിട്ടും. ഈ ലെറ്ററിൽ നിന്ന് ജസ്റ്റ് ഡേറ്റ്സ് ഒക്കെ ജസ്റ്റ് ഡിഫറൻസ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. അതാണ് ഈ ലെറ്റർ, മെയ് പാലോമ. ഓക്കെ, മെയ് പാലോമയുടെ നമുക്ക് ഈ ലെറ്റർ നോക്കിയാലോ. സോ ഇവിടെ പറയുന്നത് നോക്കിയേ, റീഡിങ് ടൈം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്സ്, റൈറ്റിംഗ് ടൈം 40 മിനിറ്റ്സ്. അപ്പം നിങ്ങൾ ആ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് എന്തൊക്കെ റെലവെൻ്റ് ആയിട്ടുള്ള, ഇറലവെൻ്റ് ഏതൊക്കെയാണ് അത് കട്ട് ചെയ്യുക, ആവശ്യമുള്ള കാര്യങ്ങൾ, റൈറ്റിംഗ് ടാസ്കിൽ എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങനെ ഒരു ജസ്റ്റ് ആ ഇൻട്രോ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ എന്തൊക്കെ എഴുതാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും എൻ്റെ ലെറ്റർ ഓർഗനൈസ് ചെയ്യേണ്ടത്, ഫസ്റ്റ് പാരഗ്രാഫ് എന്തായിരിക്കണം, സെക്കൻഡ് പാരഗ്രാഫ് എന്തായിരിക്കണം, എൻ്റെ ഇൻട്രോയിൽ എന്തൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ആ ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ്സ് എടുത്ത് വൃത്തിയായിട്ട് ഓരോരോ പാരഗ്രാഫ് എഴുതിയതിന് ശേഷം പ്രൂഫ് റീഡ് ചെയ്യണം. തിരിച്ചു വന്നെല്ലാം റീഡ് ചെയ്യണം. അതിൽ മിസ്റ്റേക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഫുൾ അത് ഇരുന്ന് നമ്മൾ എറൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ വൃത്തികേടാവും. പിന്നെ ഈ ലെറ്റർ എന്ന് പറഞ്ഞാൽ 180 to 200 വേർഡ്സിലാണ്. അപ്പം ഒരു ഫുൾ പേജ് പിന്നെ ഒരു അടുത്ത പേജ്. അതാ ഞാൻ പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ ആ ഒരു പേജും കൂടെ കാണും. അപ്പോൾ ആ പേജിൽ നിങ്ങൾക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഒത്തിരി ലെറ്റേഴ്സ് നമ്മൾ എഴുതി അത് നമ്മൾ തന്നെ കറക്റ്റ് ചെയ്ത് നമ്മുടെ ഗ്രാമറിലൊക്കെ ചെയ്യുന്നതാണ് കൂടുതലും നമുക്കൊരു ക്ലിയർ കിട്ടും. വേറെ ആൾ കറക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. വേറെ ആൾ ഹെൽപ്പ് എടുക്കുകയും ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടുത്തെ ഒരു ലെറ്റർ നോക്കാം. സോ ഫസ്റ്റ് നോക്കിക്കേ, യു ആർ എ ഫാർമസിസ്റ്റ്, ന്യൂ ടൗൺ ഹോസ്പിറ്റലാണ്. ഫാർമസിസ്റ്റിൻ്റെ പേര് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്ത് എഴുതണം, യുവേഴ്സ് സിൻസിയർലി എന്ന് എഴുതണം. ആ യുവേഴ്സ് സിൻസിയറിൽ വൈ എന്ന് പറയുന്നത് ക്യാപിറ്റലിലും എസ് എന്ന് പറയുന്നത് സ്മോളും, അങ്ങനെയാണ് ഞാൻ ഇതുവരെ കണ്ടേക്കുന്നത്. സോ അങ്ങനെ എഴുതിയാൽ മതി. പിന്നെ മിസ്സസ് പാലോമ, അപ്പോൾ അവിടെ മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ ആണാണോ പെണ്ണാണോ അത് കുറേ പേര് തെറ്റ് ചെയ്യുന്നതാണ്. മിസ്സിസ് ആണോ മിസ്റ്റർ ആണോ, അപ്പോൾ അവരുടെ ആ ഒരു ഇത് നമ്മൾ മാറ്റാൻ പാടില്ല. ഈസ് അണ്ടർഗോയിങ് കീമോതെറാപ്പി ആൻഡ് റേഡിയോതെറാപ്പി ഫോർ ബ്രസ്റ്റ് ക്യാൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് തന്നിട്ടുണ്ട്, സോഷ്യൽ ഹിസ്റ്ററി തന്നിട്ടുണ്ട്, മെഡിക്കേഷൻ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്, ജനറൽ പ്രാക്ടീഷണറിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഓങ്കോളജിസ്റ്റ് ജൂൺ വിൻസ്ലോ, അപ്പോൾ അത് പറയുന്നുണ്ട്, അവർക്ക് എക്കിൻ്റെ അലർജി ഉണ്ടെന്ന് പറയുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഷോർട്ടായിട്ട് നമുക്ക് ആ മെഡിക്കേഷൻ ഹിസ്റ്ററി നോക്കി കാണാം. സോഫ്രാൻ കൊടുത്തിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ 1 മന്ത് കഴിയുമ്പോൾ വീണ്ടും സോഫ്രാൻ ഓണ്ടൻസെറ്റ് നമ്മൾ വൊമിറ്റിംഗ് കൊടുക്കുന്ന മരുന്ന് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോപ്പറമൈഡ് കൊടുത്തു ഗ്യാസ്ട്രോഎൻറ്റൈറ്റിസിന്. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും സോഫ്രാൻ സെറിപ്രസും കൊടുത്തു. പിന്നെ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നന്നായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആ ഒരു ഈ ഒരു 2 ലൈനിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. 16/3/15 തന്നെ സെറിപ്രാക്സിന് കൊടുത്തിട്ടുണ്ട് ഫോർ ആൻസൈറ്റി ആൻഡ് ഡിഫിക്കൽട്ടി സ്ലീപ്പിംഗ്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു ടാബ്ലറ്റ് കൊടുത്തേക്കുന്നു അല്ലേ. അപ്പോൾ ഒരേ ആക്ഷൻ ഉള്ള ഒരു ടാബ്ലറ്റ്, അത്രയും നമ്മൾ നോക്കണ്ട, നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൽ അത് ക്ലിയർ ആയിട്ട് കാണും. സോ അങ്ങനെ ക്ലൈൻറ്റ് ഫാർമസിയിൽ വന്നു, എക്സ്പീരിയൻസ് ചെയ്തു വോമിറ്റിംഗ് 24 hours ആഫ്റ്റർ കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്, വാൺസ് റെക്കമെൻഡേഷൻ ഫോർ അനദർ ആൻറ്റി എമിറ്റിക്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നാണ് പോകുന്നത്. സോ ഇവിടെ നമുക്ക് മെയിനായിട്ട് നോക്കിയാൽ എന്താ മനസ്സിലാവും, ഇവിടെ തൊട്ടാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. കട തുടങ്ങുന്നത് 12/3/15 സോഫ്രാൻ 4 mg റിപ്പീറ്റ്, ന്യൂ മെഡിക്കേഷൻ ആഡഡ് ബൈ ഓങ്കോളജിസ്റ്റ്, സെറിപ്രസ് 15 mg ഫോർ ആൻസൈറ്റി ആൻഡ് ഡിഫിക്കൽട്ടി. ഇത്രയും നേരം നമ്മൾ ആ ഓണ്ടൻസെട്രോൺ, ലോപ്രമൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിന് സംബന്ധമായ കാര്യങ്ങൾക്കുള്ള മരുന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഈ 16ഉം 19ലും നമുക്ക് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ്. ഓക്കെ, സോ അത് നമുക്ക് അതിന് വരുന്നതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങൾ പറ്റുമെങ്കിൽ റൈറ്റിംഗ് ടാസ്ക് എന്താണെന്ന് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേ റൈറ്റിംഗ് ടാസ്ക് എന്താണെന്ന് നോക്കുക. റൈറ്റിംഗ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് ദ ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ഇൻ ദ കേസ് നോട്ട്സ് റൈറ്റ് എ ലെറ്റർ ടു മിസ്സസ് പാലോമസ് ഓങ്കോളജിസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതൊരു റെഫർ ചെയ്യുവാണ് ഏത് പേഷ്യൻറ്റിനെ, പാലോമ എന്ന് പറയുന്ന പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുന്ന ഒരു ലെറ്ററാണ്, നമുക്കത് മനസ്സിലാവും. ആർക്ക്, പാലോമയുടെ ഓങ്കോളജിസ്റ്റ് കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ ഡോക്ടർ എന്നറിയാലോ, ഡോക്ടർ വിൻസ്ലോയ്ക്കാണ് സജസ്റ്റിംഗ് എ റിവ്യൂ ഓഫ് ദ ക്ലയൻറ്റ്സ് കറൻറ്റ് മെഡിക്കേഷൻ റെജിം. അപ്പം അയാളോട് ആ ഓങ്കോളജിസ്റ്റിനോട് നമ്മൾ പറയുവാണ് എന്ത്, റിവ്യൂ ചെയ്യാൻ, കറൻറ്റ് മെഡിക്കേഷൻ റെജിമെൻ റിവ്യൂ ചെയ്യാൻ നമ്മൾ പറയും. അപ്പം അവിടെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല, ആ മെഡിക്കേഷൻസിൽ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടായിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അഡ്രസ് എ ലെറ്റർ ടു ഡോക്ടർ ജൂൺ വിൻസ്ലോ, ന്യൂ ടൗൺ ഹോസ്പിറ്റൽ, 613 മെയിൻ സ്ട്രീറ്റ്, ന്യൂ ടൗൺ. ഓക്കെ, സോ അതിൻ്റെ അഡ്രസ്സും തന്നിട്ടുണ്ട്.
ഇതിൻ്റെ കഥ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നോക്കാം. ഒരു 16-ാം തീയതി 19-ാം തീയതി നോക്കിക്കുക. സോഫ്രാൻ 4 mg റിപ്പീറ്റ് ന്യൂ മെഡിക്കേഷൻ ആഡഡ് ബൈ ഓങ്കോളജിസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത്? സെറിപ്ലക്സ്. ന്യൂ മെഡിക്കേഷൻ ആഡഡ് ബൈ ഓങ്കോളജിസ്റ്റ് സെറിപ്ലക്സ് 15 mg ഫോർ ആൻസൈറ്റി ആൻഡ് ഡിഫിക്കൽട്ടി സ്ലീപ്പിംഗ്. ഡയറക്ഷൻ ടേക്ക് 1 ടാബ്ലറ്റ് അപ് ടു ട്വൈസ് എ ഡേ ആൻഡ് 1 at night only if needed. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ സെറിപ്ലക്സ് ഓങ്കോളജിസ്റ്റ് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് പുതിയൊരു മെഡിക്കേഷൻ GP കൊടുത്തു. എന്തിനു വേണ്ടി? യൂണിസോം സ്ലീപ്പ് ജെൽസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിൻ്റെ ഓങ്കോളജിസ്റ്റ് ഉറക്കമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ഈ പേഷ്യൻ്റ് അവരുടെ GP കാണാൻ പോയി. കാരണം എന്തുകൊണ്ടാണ്? ഈ മെഡിസിൻ വർക്ക് ചെയ്യുന്നില്ല. അത് അവർ മറച്ചു വെച്ചിട്ട് അവർ അത് പറഞ്ഞില്ല. അവർ പറഞ്ഞു എനിക്ക് ഇപ്പോഴും ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ GP ഒരു പുതിയ മെഡിസിൻ എഴുതി. ഇപ്പം പേഷ്യൻ്റ് ഫാർമസിസ്റ്റിനോട് പറയുവാണ് ഞാനിങ്ങനെ മറച്ചു വെച്ചു, അതുകൊണ്ടാണ്. അപ്പം ഫാർമസിസ്റ്റിന് മനസ്സിലായി, കാരണം കഴിഞ്ഞ മാസം ഈ മരുന്ന് എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ വേറെ അതിൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പം പേഷ്യൻ്റ് പറയുവാണ് ഇനി ഒരു ലെറ്റർ എഴുതാൻ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ പേഷ്യൻറ്റിനോട് കാര്യം പറഞ്ഞു. ഈ 2 മെഡിസിനും കൂടി ഇൻട്രാക്ട് ചെയ്യും. രണ്ടും ഒരേ ആക്ഷൻസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മതി. അപ്പോൾ ആ ഒരു കാര്യം അപ്പം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു ഫാർമസിസ്റ്റ് തന്നെ ഈ ലെറ്റർ ആർക്ക് എഴുതുക? ഓങ്കോളജിസ്റ്റിന് എഴുതാൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ 2 സെയിം ക്ലാസ് ഓഫ് മെഡിക്കേഷൻസ് വന്നു. അതിൽ പേഷ്യൻ്റ് മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ആർക്കറിയത്തില്ല, ഓങ്കോളജിസ്റ്റിനോട് പറഞ്ഞത് മെഡിസിനിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക, അതുപോലെ മറ്റേ മെഡിസിന് ഡിസ്പെൻസ് ഫാർമസിസ്റ്റ് ചെയ്യത്തില്ല എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓങ്കോളജിസ്റ്റ് അറിയണമല്ലോ ഇക്കാര്യം, ഈ ഒരു മെഡിസിൻ വർക്കിംഗ് അല്ല എന്നും പുതിയൊരു മെഡിസിൻ GP എഴുതിയെന്നും അതെന്തുകൊണ്ടാണ് എഴുതിയെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയിക്കണം. അങ്ങനെയാണ് നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്ന റൈറ്റിംഗ് ടാസ്ക്. ഓക്കെ, സോ അതിൻ്റെ വേർഡിങ്സ് 180 to 200 വേർഡ്സ് അയക്കണം. അപ്പോൾ നമ്മൾ ഇത് ലെറ്റർ കിട്ടുമ്പോൾ ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ നിങ്ങൾ തന്നെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒഫീഷ്യൽ സാമ്പിൾ ലെറ്ററിലെ പോലെ ആദ്യം തന്നെ നിങ്ങളുടെ രീതിയിൽ തന്നെ അത് കാരണം ഇത് ഒത്തിരി ലെറ്റർ എഴുതിയാൽ മാത്രമേ അങ്ങനെ നമുക്കൊരു ഓർഗനൈസേഷൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. സോ നമുക്ക് ലെറ്റർ എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. സോ ഞാൻ ഡേറ്റ് എഴുതി 9/4/15 എന്ന് എഴുതി. എന്നിട്ട് ജൂൺ മീൻസിൽ, കാരണം അവിടെ ലെറ്ററിന് ഡേറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് അങ്ങനെ എഴുതാം. ഞാനിപ്പോൾ എടുത്തതിൽ ലെറ്ററിന് ഡേറ്റ് ഇല്ല, പക്ഷെ ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്തപ്പോൾ അതിൽ ലെറ്ററിന് ഡേറ്റ് ഉണ്ടായിരുന്നു, 30th എങ്ങാണ്ടോ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഞാൻ ജൂൺ വിൻസ്ലോന്ന് എഴുതുക, നമ്മുടെ അഡ്രസ്സ് എഴുതി അല്ലേ, നമ്മൾ ഡോക്ടറിൻ്റെ അഡ്രസ്സ് എഴുതി കൊടുത്തു. എന്നിട്ട് ഡിയർ ഈ സർനെയിം എഴുതിയോളൂ, നമ്മൾ ഫുൾ എഴുതില്ല, ജൂൺ നമ്മൾ എഴുതിയില്ല കേട്ടോ. അതുപോലെ റെഫർ ചെയ്യും ആരെ, അതിനാണ് ആറേന്ന് ഇട്ടേക്കുന്നത്, 2 കുത്തിട്ടിട്ട് മിസ്സിസ്, ഓക്കെ, സെമിക്കോളൻ അറിയാമല്ലോ അല്ലേ, അത് നിങ്ങൾ 2 ഡോട്ട് ഇടുക. അതിനുശേഷം മിസ്സസ് മെയ് പാലോമ എന്ന് എഴുതുക. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തേക്കുന്നത് അത് തെറ്റിക്കാതെ എഴുതുക. ഏത് ഫോർമാറ്റിൽ വേണം എഴുതാൻ, നിങ്ങൾക്ക് 29 നവംബർ 1988 അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എണ്ണം ഫിക്സ് ചെയ്യുക. എന്നിട്ട് എഴുതേണ്ടത് ഇപ്പം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞത്, ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ, ഇപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ലെറ്ററാണ് നമുക്ക് ഇവിടെ ഐ എം റൈറ്റിംഗ് യു റിഗാർഡിങ് വൺ ഓഫ് യുവർ പേഷ്യൻസ് എഴുതാം, അല്ലെങ്കിൽ ഐ എം റൈറ്റിംഗ് യു ടു റെഫർ വൺ ഓഫ് യുവർ പേഷ്യൻസ് അങ്ങനെ എഴുതാം. ഓക്കെ, അങ്ങനെ വേണം എഴുതാം. ഇപ്പോൾ ഒരു റെഫർ ലെറ്റർ ആണെന്ന് മനസ്സിലായി. ഫുൾ നെയിം എഴുതി, മിസ്സസ് മെയ് പാലോമ എന്ന് എഴുതി. ഹു റിക്വയർസ് റീ ഇവാലുവേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഇൻ ഹർ മെഡിക്കേഷൻസ് എന്ന് എഴുതി. ദ പോസിബിലിറ്റി ഓഫ് പൊട്ടൻഷ്യൽ ഡ്രഗ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സെറിപ്ലക്സ് ആൻഡ് newly prescribed Unisom is identified. So as you are aware, Mrs. Paloma has been taking Zofran 4 mg since 2014. Okay, and on 11/2/2015, she contacted our pharmacy requesting for an alternative antiemetic as she was experiencing continuous vomiting for 24 hours after her chemotherapy. സോ ഈ ഒരു കഥ അവിടെ ജസ്റ്റ് ഇങ്ങനെ കുറേ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രീഫായിട്ട് ജസ്റ്റ് എന്തൊക്കെ നടന്നു, ഞാൻ പറഞ്ഞൊരു കഥ പോലെ ഫ്ലോ ആയിട്ട് എഴുതണം. And Imodium 2 mg was later prescribed by her GP to manage vomiting caused by gastroenteritis. Later, she was advised to consult her GP before stopping Imodium due to dry mouth and gas. ഈ 2 കാര്യങ്ങൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് എന്തിനാണ് വന്നേക്കുന്നത്, ഇന്നത്തെ പ്രശ്നം കറണ്ട് ഇഷ്യൂ എന്താ ഇപ്പം. ടുഡേ മിസ്സസ് പാലോമ visited our pharmacy to refill her medication 15 mg which was prescribed for anxiety and difficulty in sleeping as per your prescription എഴുതാം, അല്ലെങ്കിൽ which was prescribed by you. എന്നിട്ട് and a new prescription for Unisom sleep gels 250 mg was also prescribed
by her GP അല്ലേ, was also provided അല്ലെങ്കിൽ submitted നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിയിട്ട് which was prescribed by her GP. ഇപ്പോൾ ഡിസ്കഷൻ സമയത്ത് during the discussion she mentioned that Cerepress was not effective for her sleeping issue and her GP was not informed that Cerepress is taken by her. ഓക്കെ, നമ്മൾ അവിടെ നടന്ന കാര്യങ്ങൾ, ഫാർമസി നടന്ന കാര്യങ്ങൾ ഇന്ന് നടന്ന കാര്യങ്ങൾ ഒന്ന് ചെറുതായിട്ട് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, മിസ്സസ് പാലോമ വാസ് ഇൻഫോംഡ് അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് ഡ്രഗ് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ദീസ് ടു മെഡിക്കേഷൻസ് ആൻഡ് Unisom was not dispensed. She was also advised to consult you regarding this matter. Okay. അതുകൊണ്ട് അവരോട് എന്ത് പറഞ്ഞു, നിങ്ങൾ കൺസൾട്ട് ചെയ്യണമെന്നും അവർക്ക് അഡ്വൈസ് കൊടുത്തു. അതുപോലെ തന്നെ അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് അല്ലേ. അപ്പം ക്ലയൻറ്റ് റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതിൽ കാണാം. സോ അറ്റ് ഹർ റിക്വസ്റ്റ് ദിസ് ലെറ്റർ ഈസ് ബീങ് റിട്ടേൺ ടു നോട്ടിഫൈ ഓഫ് ദി സിറ്റുവേഷൻ. പിന്നെ നമ്മൾ ലാസ്റ്റ് കൺക്ലൂഷൻ സെൻറ്റൻസ് വേണമെങ്കിൽ ഇതെടുക്കാം. ഇൻ വ്യൂ ഓഫ് ദ എബോ ഇറ്റ് വുഡ് ബി അപ്രിഷിയേറ്റഡ് if you could provide the required review and modifications in her medication regimen to suit her condition. Please do not hesitate to contact me if you have any queries. Please do not hesitate to contact me if you have any queries. നിങ്ങൾക്ക് എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഫാർമസിസ്റ്റിൻ്റെ പേരില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, യുവർ സിൻസിയർലി, താഴെ ഒരു ലൈൻ വിടണേ, സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്നിട്ട് ഫാർമസിസ്റ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ പി ക്യാപിറ്റൽ ആയിരിക്കണം. അതുപോലെ യുവേഴ്സിലെ വൈ ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ആ ഒരു ലെറ്റർ വായിച്ചിട്ട് ഈ ഒരു പേഷ്യൻ്റെ മെയിൻ കാര്യം, അല്ലാതെ ആൻറ്റിബയോട്ടിക് മാറി അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണ് അല്ലേ. ഈ പാലമ വന്നു, സോഫ്ര മേടിക്കാൻ ആയിരുന്നു, പിന്നെ വൊമിറ്റിംഗ് നിർത്താത്തതുകൊണ്ട്, കീമോതെറാപ്പി കഴിഞ്ഞിട്ടും വൊമിറ്റ് ചെയ്യുന്നത് കൊണ്ട് വേറെ മെഡിസിൻ ചോദിച്ചു, അപ്പം GP ഇമോഡിയം തന്നു. അതെല്ലാം GPയുടെ കാര്യം. പക്ഷെ നമ്മളിവിടെ ലെറ്റർ എഴുതുന്ന ആർക്കാണ്, ഓങ്കോളജിസ്റ്റിനാണ്. ഓങ്കോളജിസ്റ്റിന് എഴുതുന്നത് എന്താണ്, പുതിയ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് നിങ്ങൾ കൊടുത്തേക്കുന്ന എഫക്റ്റീവ് ആകുന്നില്ല, അതുപോലെ തന്നെ പേഷ്യൻ്റ് നിങ്ങളോട് പറയാതെ, എന്ന് വെച്ചാൽ ഈ നിങ്ങൾ കൊടുത്ത മെഡിസിൻ പറയാതെ അത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് GPനെ കണ്ട് വേറൊരു സെയിം അതിൻ്റെ എഫക്റ്റുള്ള മെഡിസിൻ വാങ്ങി. അതാണ് നമുക്ക് ഇൻഫോം ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇൻഫോം ചെയ്യേണ്ടത്. നമുക്കിത് വായിച്ച് നമ്മളത് മനസ്സിലാക്കി എടുക്കണം. അതിന് ഒത്തിരി ലെറ്റേഴ്സ് നമ്മൾ ചെയ്ത് നോക്കണം. പിന്നെ ഗ്രാമറും നോക്കുക, അതുപോലെ ഗ്രാമറിൽ അങ്ങനത്തെ ആപ്പിലിട്ട് നോക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് എങ്ങനെ ഒരു സാമ്പിൾ ലെറ്റർ ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. എൻ്റെ അറിവ് വെച്ചിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരെഴുതിയേക്കുന്ന രീതിയിലുണ്ട്. നിങ്ങൾക്ക് അതും ഉപയോഗിച്ച് നിങ്ങളുടെ രീതിയിലേക്ക് ആക്കാം. ഇത് രണ്ട് നമ്മൾ എഴുതിയതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റൈൽ ഓഫ് വേ ഓഫ് റൈറ്റിംഗ് കാണും, അതുപോലെ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇപ്പം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ മെയ് പാലോമയുടെ ലെറ്റർ ഇങ്ങനെ എഴുതിയേക്കുന്നത്, മിസ്സസ് മെയ് പാലോമ is current patient with breast cancer and anxiety. Our regular GP, Dr. Luca, is managing her care. I'm recommending a review of her current medication. She takes ondansetron 4 mg for nausea after chemotherapy, which is effective on 24 June. കേട്ടോ, ഓണെന്ന് എഴുതണം നമ്മൾ, ആ ഒരു ഡേയും ഡേറ്റ് മന്തും എല്ലാം എഴുതണം കേട്ടോ. She was prescribed Imodium 2 mg for gastroenteritis causing dry mouth and gas and she stopped taking. പിന്നെ you prescribed അങ്ങനെ പറഞ്ഞ് എഴുതാം. I advised about the potential അത് instead of dispensing diphenhydramine I referred her back to you for medication review. ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ജനറിക് നെയിം. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ജനറിക് എഴുതാം, ഓക്സിസെപ്പാം എന്നോ അല്ലെങ്കിൽ ഡൈഫെൻഹൈഡ്രമിൻ എന്ന് എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് ഉപയോഗിക്കാം. പിന്നെ സാമ്പിൾ ലെറ്ററിലാണെങ്കിൽ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 30th August. ഏത് ഡേറ്റാണ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് അത് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. സോ ഇതിങ്ങനെയാണ് നമ്മൾ OET-യുടെ ലെറ്റർ എഴുതേണ്ടത്. സോ ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 5 മിനിറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. പ്രൂഫ് റീഡ് മസ്റ്റാണ്. അവിടെ കുറേ മിസ്റ്റേക്ക് നമുക്ക് കാണാം, പക്ഷെ അത് എന്നിട്ട് ഫുൾ പാരഗ്രാഫ് വായിച്ച് ഇത് ചെയ്യാന്നല്ല, അവിടെ എവിടെയൊക്കെ കോമ ഇടാനുണ്ട്, എവിടെയൊക്കെ കുത്തിടാനുണ്ട്, അതെല്ലാം നോക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. താങ്ക് യു.